എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചിക്കനൊക്കെ ചേർത്തിട്ട് നല്ലൊരു മസാല മക്രോണിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മക്രോണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, തമ്മിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മക്രോണി ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു തിളച്ചതിന് ശേഷം നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി. മക്രോണി വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഊറ്റി വെക്കാം. എന്നിട്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിന് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഒന്നങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറുതാക്കി അരിഞ്ഞെടുത്ത സവാള, ഒന്ന് വലുതാണ് ഇട്ടിട്ടുള്ളത്. സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും അതേപോലെ കുരുമുളക് ഒന്നങ്ങനെ ചതച്ചെടുത്തതും കൂടെ 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു സിം ഫ്ലെയിമിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ മസാല ഇതിലേക്ക് ചേരുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സിം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് വേറെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ചേർത്തതല്ലേ, നേരത്തെ നമ്മൾ സവാളയും ഇതൊക്കെ വഴറ്റുന്നതിലേക്ക് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ചിക്കനിൽ കൂടെ പിടിക്കാനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറുനാരങ്ങ നീരൊക്കെ ഇതിൽ നന്നായി പിടിക്കുന്ന വിധത്തിൽ ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വേവുന്നത് വരെ നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ ചെറിയൊരു ബൗളിൽ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത്ര അതെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി 2 മീഡിയം സൈസിലുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് കീറിയിട്ടതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. തക്കാളിയിൽ നിന്നും കുറച്ചൊക്കെ ഒരു വെള്ളം ഇറങ്ങി വരില്ല. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിരിക്കണം. ഇനി നമുക്ക് മൂടി വെക്കേണ്ട കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുക. ഇതേ ഒരു തരത്തിലാക്കി വന്നാൽ നമുക്കിതിലേക്ക് മക്രോണി വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മക്രോണിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫാക്കാതെ തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.